വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പലർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധകരുള്ള ഒരു ഇനമാണ് ഡോഗ്സ്. ശ്വാന്യന്മാർ എന്നൊക്കെ പറയുന്ന പട്ടികളെന്നും നായകളെന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി വളർത്താൻ പറ്റിയതും തിരിച്ച് സ്നേഹം തരുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം ഡോഗ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. മനുഷ്യരെ അല്ലെങ്കിൽ തൻ്റെ യജമാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യജമാനെ കാക്കാനായിട്ട് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള സ്നേഹസമ്പന്നരായിട്ടുള്ള ജീവികളാണ് ഡോഗ്സ് എന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ ഇഷ്ടപ്പെടുന്നതും ഇവരെ പറ്റി തന്നെയായിരിക്കും. തുടങ്ങിയാലോ? ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ ആൾക്കാരിലേക്ക് അറിവെത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ടും ഇഷ്ടങ്ങൾ ലൈക്കായിട്ടും തരാനും താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഡോഗ്സ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളതും പലരുടെയും സ്വന്തം കമ്പാനിയൻ, ഫ്രണ്ട്, ബ്രദർ, സിസ്റ്റർ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഡോഗ്സ് എന്നത്. ലോകത്താകമാനം നോക്കുമ്പോൾ 400ഓളം പ്യുവർ ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും പണ്ടുകാലം മുതൽക്കേ നമ്മളിവയെ വളർത്തിയിരുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവയുടെ സാന്നിധ്യം നമുക്ക് കാണാം. മഹാഭാരത കഥയിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആരുണ്ടെന്ന് നോക്കിയപ്പോൾ യുധിഷ്ഠിരനോടൊപ്പം കൂടെ പോയത് ഒരു നായയാണ് എന്ന് പറയുന്നു. എന്തായാലും മനുഷ്യരുടെ ഏറ്റവും ഉറ്റ മിത്രം എന്ന് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നറിയപ്പെടുന്നത് ഡോഗ്സ് ആണ്. ഇവയുടെ വ്യത്യസ്ത ഇനങ്ങൾ, അവയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവ എല്ലാം നമുക്ക് പഠിക്കാം. ശാസ്ത്രീയമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മെമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി കാനിഡേ, ജീനസ് കാനിസ്, സ്പീഷീസ് കാനിസ് ലുപ്പിസ്, സബ് സ്പീഷീസ് ഫെമിലിയാറിസ്. അങ്ങനെ നമ്മൾ സയന്റിഫിക് നെയിം നോക്കുന്ന സമയത്ത് കാനിസ് ഫെമിലിയാരിസ് എന്നാണ് ശാസ്ത്രീയ നാമം. PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. സയന്റിഫിക് നെയിം ഓഫ് ഡോഗ് കാനിസ് ഫെമിലിയാരിസ്. അടുത്തതായി, ഡോഗ്സ് പലതരം റോൾസിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാം. ഓരോ വീടുകളിലും അവയ്ക്കുള്ള സ്ഥാനവും അവയുടെ ഉപയോഗക്രമവും വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും നമ്മുടെ വീട്ടിലെ വാച്ച് ഡോഗ് ആയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ വളർത്തുന്നതെങ്കിൽ മറ്റു പലർക്കും അത് ഹണ്ടിങ്ങിനായിട്ടും പലതരം ജോലികൾ ചെയ്യാനായിട്ട്, ഹേർഡിങ്ങിനായിട്ടും, ചെറിയ ചെറിയ ലോഡുകൾ കൊണ്ടുപോകാനായിട്ട്, പുള്ളിങ് ലോഡ്സിനായിട്ടും, സംരക്ഷണത്തിനായിട്ടും, പോലീസിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടും, ബോംബ് സ്ക്വാഡിനൊക്കെ സഹായിക്കാനായിട്ടും, മിലിറ്ററി ഓപ്പറേഷൻസിൽ മഞ്ഞുപാളുകൾക്കിടയിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളുടെ ഇടയിലോ ഒക്കെ എർത്ത് ഒക്കെ വരുന്ന സമയത്ത് അവരെ സഹായിക്കാനായിട്ട്, മണത്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടും, കമ്പാനിയൻഷിപ്പ്, ഒരു തുണയായിട്ടും ഒക്കെ ഡോഗ്സ് നമ്മുടെ വീടുകളിൽ വളർത്താം. കൂടാതെ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു മിത്രമാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ സ്ഥലത്ത് അവരെ എത്തിക്കാനും കൃത്യമായ രീതിയിൽ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ട് വീട്ടിലാക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് വളർത്താൻ പറ്റിയ ഇനമാണ് ഡോഗ്സ് എന്നത്. നിങ്ങൾ റിംഗ് മാസ്റ്റർ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ് ആ കണ്ണു കാണാത്ത കുട്ടിക്ക് ഹെൽപ്പായിട്ട് വരുന്നത്. കൂടാതെ നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ കൂടെ
ചൈനയിലും സൗത്ത് വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ഭക്ഷ്യവസ്തുവായിട്ട് നമ്മൾ കഴിക്കുന്ന ഇറച്ചിക്ക് പകരമായിട്ട് കോഴിയിറച്ചിക്കോ അതല്ലെങ്കിൽ ആട്ടിറച്ചിക്കോ ഒക്കെ പകരമായിട്ട് കഴിക്കുന്നു ഭക്ഷണമായിട്ടും കൂടെ പട്ടിയിറച്ചി കഴിക്കാറുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലതരം ബ്രീഡുകളെ പറ്റി പഠിക്കുന്നതിന് മുൻപായിട്ട് ഏറ്റവും ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന തെരുവ് നായ്ക്കൾ എന്നറിയപ്പെടുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിളിപ്പേരുണ്ട്, ചൊക്ലിപ്പട്ടി എന്ന്. ടൈ ഡോഗ്സ് അഥവാ പാരാഡോഗ്സ്. നമ്മുടെ നാടൻ നായ്ക്കളെയാണ് പൈ ഡോഗ്സ് അഥവാ പാരാഡോഗ്സ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ശരീരം വളരെ മെലിഞ്ഞ് ഉണങ്ങി, നീണ്ട മൂക്കും ട്രയാങ്കുലർ ഷേപ്പിലുള്ള മുഖവും കൂർത്ത ചെവിയും നല്ല നീളമുള്ള വളഞ്ഞ വാലുകളും ഒക്കെയുള്ള, സാധാരണഗതിയിൽ നാടൻ നായ്ക്കളുടെ നിറം ഒരു ചെവല നിറമാണെങ്കിലും പലതരം ക്രോസ് ബ്രീഡിംഗ് പ്രക്രിയ വഴി പല നിറങ്ങളിൽ നമുക്ക് ചുറ്റും നമുക്കിവയെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഗാർഡായിട്ടും പോലീസ് ഡോഗായിട്ടും കൂടാതെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും എന്നതിനാലും നമ്മുടെ വേസ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി വളരാൻ പ്രാപ്തരായിട്ടുള്ള ബ്രീഡുകളാണ് ഇന്ത്യൻ പൈ ഡോഗ് എന്ന് പറയുന്ന തെരുവ് നായ്ക്കൾ. എന്ത് ഭക്ഷണവും അവർക്കിഷ്ടമാണ്. ഒരു പ്രശ്നവുമില്ലാതെ, അധികം അസുഖങ്ങളൊന്നും തന്നെ വരാതെ, പേയ് അധികം പിടിക്കാത്ത ഒരു ഇനവും കൂടെയാണ് നമ്മുടെ നാടൻ നായ്കൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഡോഗ്സിന്റെ കാര്യമാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. നമുക്ക് പഠിക്കാനായിട്ട് 4 കാറ്റഗറിയിൽ പെട്ട ഡോഗ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഹെർഡിംഗ്, അതായത് പലതരം ജോലികൾക്കായി ഉപയോഗിക്കുന്നവ. രണ്ടാമത്തേത് സ്പോർട്ടിംഗ്, കളികൾക്കായിട്ടും മത്സരങ്ങൾക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നവ. മൂന്നാമത്തേത് വർക്കിംഗ് ഡോഗ്, അതായത് ജോലികൾക്കായി മാത്രം ഉപയോഗിക്കുന്നവ. നാലാമത്തേത് ടോയ് ആയിട്ട്, വീട്ടിൽ വെറും ഒരു അരുമ എന്നതിലുപരി നമ്മുടെ വീട്ടിനകത്തൊക്കെ കൊണ്ടുപോയി കളിക്കാൻ പറ്റിയ ഒരു ഇനമാണ് ടോയ് ഇനത്തിൽപ്പെടുന്നത്. ഹർഡിങ്ങിനായിട്ട് നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിനെ ഉപയോഗിക്കുമ്പോൾ സ്പോർട്ടിങ്ങിനായിട്ട് ലാബ്രാഡോർ റിട്രീവറും വർക്കിംഗ് ഡോഗായിട്ട് റോട്ട്വീലർ, ഡോബർമാൻ പിൻഷർ എന്നിവയും ടോയ് ആയിട്ട് ജാപ്പനീസ് സ്പിറ്റ്സും പഗ്ഗുമാണ് ഉപയോഗിച്ച് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രാഡോർ റിട്രീവർ, റോട്ട്വീലർ, ഡോബർമാൻ പിൻഷർ, ജാപ്പനീസ് സ്പിറ്റ്സ് ആൻഡ് പഗ്. അങ്ങനെ 6 ഇനം ഡോഗ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ലോകത്താകമാനം പട്ടി സ്നേഹികളുടെ അല്ലെങ്കിൽ ഡോഗ് പ്രേമികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും വളർത്തുന്നതുമായിട്ടുള്ള പട്ടികളിൽ 2ാം സ്ഥാനമാണ് ജർമ്മൻ ഷെപ്പേർഡിന് ഉള്ളത്. അമേരിക്കൻ കെന്നൽ ക്ലബിന്റെ കണക്ക് പ്രകാരമാണിത്. ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന 2ാമനാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. CID മൂസ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുടനീളം ഒരു കഥാപാത്രമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഒരു ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജർമ്മനിയാണ് ഇവരുടെ സ്വദേശം. വർക്കിംഗ് ഡോഗ്സ് ആയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട്, അല്ലെങ്കിൽ ഹർഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ പോലീസ് സേനയിൽ ഒരു കാലത്ത് ഇവർ കൂടുതലുണ്ടായിരുന്നു. ഇന്ന് അവ മാറി കൂടുതലായിട്ടും മറ്റിനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വീട്ടുകാവലിന് ഉത്തമൻ എന്ന് പറയാവുന്ന, കൂടാതെ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ഇവർക്ക് മറ്റൊരു പേരും കൂടെ വിളിക്കുന്നു, അൽസേഷ്യൻ എന്നും കൂടെ വിളിക്കുന്നു. PSCക്ക് ചോദിക്കാവുന്ന ചോദ്യം. അൽസേഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡ്, അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിന്റെ മറ്റൊരു പേരാണ് അൽസേഷ്യൻ എന്ന് പറയുന്നത്. സാമാന്യം വലിപ്പമുള്ളതും വളരെ ഇണക്കം കാണിക്കുന്നതും വളരെയധികം ബുദ്ധിയുള്ളതുമായിട്ടുള്ള ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ഡോം ഷേപ്പിലുള്ള ഫോർഹെഡും നീണ്ട കൂർത്ത സ്ക്വയർ കട്ടുള്ള മൂക്കും മസിലും കറുത്ത മൂക്കുകളുമാണ് ഇവിടെ പ്രത്യേകത. അത്യാവശ്യം വലിപ്പമുള്ള ചെവികളും നിവർന്നു നിൽക്കുന്ന ചെവികളുമാണ് ഇവയ്ക്കുള്ളത്. വാലുകൾ ധാരാളം രോമാവൃതമായിട്ടുള്ളതും, ശരീരത്തിൽ അത്രത്തോളം രോമം ഉണ്ട് എങ്കിലും അധികമില്ലാതെ
ശരീരത്തും വാലിലും ധാരാളം രോമമുള്ളതുമായിട്ടൊരു ബ്രീഡാണ്. കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡബിൾ ഹെയർ കോട്ട്. അതാണ് നമുക്ക് ഇവയെ തിരിച്ചറിയാനുള്ള മാർഗം. കറുപ്പും ചെവല നിറവും കൂടി ചേർന്ന ടാനും ബ്ലാക്കും കൂടി ചേർന്ന ഇനമാണ്. ഇവ വ്യത്യസ്ത പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും കൂടുതലായിട്ടും ടാനും ബ്ലാക്ക് സാഡിലും ഉള്ള ടാൻ വിത്ത് ബ്ലാക്ക് സാഡിൽ ആയിട്ടുള്ള ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഏകദേശം 7 മുതൽ 10 വയസ്സാണ് ഇവയുടെ ആയുസ്. നമ്മൾ പറഞ്ഞു 2ാം സ്ഥാനത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതിൽ. ഉപയോഗക്രമങ്ങൾ പറയുന്നു. പോലീസ് ഡോഗായിട്ട് ഉപയോഗിക്കാം, ഡോഗ് സ്ക്വാഡ്, കൂടാതെ ബോംബ് സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ്. വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായിയാകാം, നല്ലൊരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോഗ് ആകാം. മിലിറ്ററി സർവീസസിൽ അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഡ്രഗ് ഡിറ്റക്ഷൻ, ബോംബ് ഡിറ്റക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു ഇനമാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് എന്നത്. ജർമ്മൻ ഷെപ്പേർഡിന്റെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ടാനും ബ്ലാക്കും കൂടി ചേർന്ന കോട്ട് കളറും കട്ടിയുള്ള രോമാവൃതമായിട്ടുള്ള വാലുകളും നീണ്ട മുഖവും സ്നൗട്ടും ഒക്കെയുള്ള വളരെയധികം ഇണക്കം കാണിക്കുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. എല്ലാവരും CID മൂസ സിനിമ ഒന്നുകൂടെ കാണുന്നത് നന്നായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നതും ആരാധകരുമുള്ള ഒരു ഇനമാണ് ലാബ്രാഡോർ റിട്രീവർ എന്നത്. ചിത്രത്തിൽ കാണുന്ന ബ്രീഡാണ് ലാബ്രാഡോർ റിട്രീവർ. കാണുന്നത് പോലെ തന്നെ സ്പോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. പലതരം മത്സരങ്ങൾ ഇവയ്ക്ക് വേണ്ടി തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സ്പോട്ടിങ്ങിനായിട്ടും ഇരപിടിക്കാനൊക്കെ ആയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് ലാബ്രാഡോർ റിട്രീവർ എന്നത്. സ്വദേശം കാനഡയും ഇംഗ്ലണ്ടുമാണ്. കറുപ്പിലും വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ നിറത്തിലൊക്കെ കാണപ്പെടുന്ന ബ്രീഡാണ് ലാബ്രാഡോർ റിട്രീവർ എന്ന് പറയുന്നത്. ഹണ്ടിങ് ആൻഡ് ഗെയിമിംഗ്, സ്പോട്ടിങ്ങിനാണ് പ്രധാനമായിട്ടും ഇവയെ ഉപയോഗിച്ച് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബേർഡിനെയൊക്കെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ വെടിവെച്ച് കഴിഞ്ഞ് പക്ഷി വീണ സ്ഥലം നമുക്ക് നോക്കിയാൽ അറിയില്ല. പക്ഷെ ഇവർ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എവിടെയാണ് വീണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി എടുത്തിട്ട് വന്നോളും. വളരെ ചെറുത് എന്ന് പറയുന്നതിലും ഉപരി അത്യാവശ്യം സൈസുള്ള, അധികം വലിപ്പമില്ലാത്ത മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ലാബ്രാഡോർ. ബ്ലാക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ പെയിൽ ക്രീം നിറത്തിലാണ് ഇവയെ സാധാരണയായിട്ട് കാണുന്നത്. നല്ല ആരോഗ്യമുള്ള പ്രകൃതമുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഐബ്രോസിന്റെ പൊക്കം അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും നോട്ടീസബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. കാണുമ്പോൾ തന്നെ നല്ല കൊഴുത്ത് തടിച്ച പോലെ നമുക്ക് തോന്നുന്ന കുറ്റിരോമമുള്ള ഒരു ബ്രീഡാണ് ഇവ. ഷോർട്ട് ടെൻസ് ഹെയർ കോട്ട് വിച്ച് ഈസ് വാട്ടർ റെസിസ്റ്റന്റ്. വെള്ളം നനഞ്ഞാലും പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് രോമമുള്ള പട്ടികളാണ് ഇവർ. 12 വയസ്സോളമാണ് ഇവയുടെ പ്രായമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 1ാം സ്ഥാനക്കാരനാണ് ലോകത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വളർത്തുന്ന കാര്യത്തിൽ. ഇവയ്ക്ക് മറ്റൊരു പേര് വിളിക്കുന്നു സെന്റ് ജോൺസ് ഡോഗ്. അടുത്ത PSC ചോദ്യം ചോദിക്കാം. സെന്റ് ജോൺസ് ഡോഗ് എന്ന് കൂടെ അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിട്രീവർ ഓഫ് ഗെയിം ബേർഡ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ വെടിവെച്ചിട്ട അനിമൽസിനെയോ ബേർഡ്സിനെയോ എവിടെയാണെന്ന് കൃത്യമായി സ്ഥാനം കണ്ടുപിടിച്ച് ഇവൻ അതിനെ തിരിച്ച് കൊണ്ടുതരുന്ന കാര്യത്തിൽ മണത്ത് കണ്ടുപിടിക്കുന്ന കഴിവിൽ ഏറ്റവും ഉത്തമനാണ് ലാബ്രാഡോർ റിട്രീവർ എന്നത്. സാധാരണയായിട്ട് വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷൻസിലാണ് ഇവയെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇവരുടെ ആ ഹെയർ കോട്ടിന്റെ കാരണം. കൂടാതെ തെറാപ്പി വർക്ക്സിൽ, ഹോസ്പിറ്റൽസിലും സ്കൂൾസിലും ഒക്കെ തെറാപ്യൂട്ടിക് വർക്കിന് വേണ്ടിയിട്ടും, അതായത് പലതരം പരിചരണത്തിനായിട്ട്, അതായത് ഒരു മെഡിസിൻ എന്ന രീതിയിൽ അത്രയും സ്നേഹം മനുഷ്യരോട് കാണിക്കുന്നത് കൊണ്ട് പലർക്കും ഒരു തെറാപ്യൂട്ടിക് പർപ്പസിനും കൂടെ നമ്മൾ ഇവയെ ഉപയോഗിച്ച് വരുന്നു. ഇപ്പൊ സെന്റ് ജോൺസ് എന്ന വിളിപ്പേരുള്ള ഡോഗ് ഏതാണ്?
ലാബ്രാഡോർ റിട്രീവർ എന്നത്. എന്തുകൊണ്ട് ഇവയെ റിട്രീവർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഗെയിമിംഗ് പർപ്പസിന് എവിടെയെങ്കിലും ഒരു സാധനം പോയി വീണ് കഴിഞ്ഞാലോ ഇട്ട് കഴിഞ്ഞാലോ തിരിച്ച് അതേപോലെ എടുത്തുകൊണ്ട് തരാൻ സ്വഭാവ സവിശേഷതകളുള്ളവരാണ് ഇവർ എന്ന് പറയുന്നത്. കുറ്റിരോമവും കറുപ്പ് നിറത്തിലും വെളുത്ത നിറത്തിലും കൂടാതെ ചോക്ലേറ്റ് നിറത്തിലും ഒക്കെ നമുക്ക് ഇവയെ കാണാൻ പറ്റും. ലാബ്രാഡോർ റിട്രീവർ എന്ന ഇനം അഥവാ ലാബ് എന്ന് വിളിപ്പേരുള്ള ഇനത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. സാധാരണയായിട്ട് വെളുത്ത നിറത്തിലും കറുത്ത നിറത്തിലും നമുക്ക് ഇവയെ ലഭിക്കുന്നു. ക്രീം നിറം എന്നൊക്കെ നമ്മൾ പറയാം. കുറ്റി രോമങ്ങളും സ്മൂത്ത് ആയിട്ടുള്ള ശരീരത്തിലെ ഹെയർ കോട്ടും വളരെ ആരോഗ്യം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശരീരപ്രകൃതിയുമുള്ളവരാണ് ലാബുകൾ. അടുത്ത ഏറ്റവും കൂടുതൽ ശൗര്യം വെച്ച് നോക്കുമ്പോൾ അടുത്ത ആളാണ് റോട്ട് വീലർ എന്ന് പറയുന്നത്. സ്വദേശം ജർമ്മനിയാണ്. വർക്കിംഗ് അല്ലെങ്കിൽ ഗാർഡിംഗ് ആൻഡ് റെസ്ക്യൂയിങ് തന്നെയാണ് ഇവയുടെ ജോലിയും. നമ്മൾ പറഞ്ഞു വളരെ നല്ല ശീലങ്ങൾ പരിശീലിപ്പിച്ചാൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. ഒട്ടും പേടിയില്ലാത്തതും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ളതും വളരെ ശൗര്യം കൂടിയതുമായിട്ടുള്ള ഒരു ബ്രീഡാണ് റോട്ട് വീലർ എന്നത്. കളർ കറുപ്പിൽ ടാൻ നിറം എടുത്ത് പറയേണ്ടതാണ്. ചെസ്റ്റ് റീജിയനിൽ ഡൗൺവേർഡ് ഫേസിംഗ് ആയിട്ട് 2 ട്രയാങ്കുലർ മാർക്സ് നമുക്കിവയിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ചെസ്റ്റ് റീജിയനിൽ ഇങ്ങനെ ട്രയാങ്കുലർ മാർക്ക് കാലിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ കാലിൻ്റെ ഈ ഭാഗത്ത്, മുഖത്തിൻ്റെ ഭാഗത്ത്, കണ്ണിൻ്റെ മുകളിൽ, ചെവിയുടെ അകത്തൊക്കെ ടാൻ നിറമായിരിക്കും. ബാക്കി മുഴുവൻ കറുപ്പ് നിറമായിരിക്കും കാണാൻ പറ്റുക. ഇതാണ് ഇവയുടെ ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഏകദേശം 10 വയസ്സാണ് ഇവയുടെ ആയുസ് എന്ന് പറയപ്പെടുന്നത്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ അധികം ആക്റ്റീവാണ്. തൻ്റെ യജമാനനെ കാക്കാനായിട്ട് സ്വന്തം ജീവൻ വരെ വെടിയാൻ തയ്യാറായുള്ളവരാണ്. കൂടാതെ സ്നേഹിച്ചാൽ അത്രയും സ്നേഹം തരുന്നവരും, തിരിച്ച് അവർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തു കഴിഞ്ഞാൽ യജമാനനാണോ എന്നൊന്നും തന്നെ നോക്കില്ല, അടിച്ചു പറിച്ച് കളയും. അത്രയും ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു അനിമലാണ്, ഡോഗ് ബ്രീഡാണ് നമ്മുടെ റോട്ട് വീലർ എന്നത്. കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുകയും സോഷ്യലൈസേഷൻ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. മനുഷ്യരെ കണ്ടു തന്നെ വളർത്തേണ്ട ബ്രീഡാണ്. അല്ലാത്ത പക്ഷം ഒരാളെ, ഒരു ജീവിയെ പോലും കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കടത്തില്ല. കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ഡോഗാണ് റോട്ട് വീലർ എന്നത്. റോട്ട് വീലറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയുടെ നെഞ്ചിന്റെ ഭാഗത്ത് കാണുന്ന ട്രയാങ്കുലാർ ടാൻ കളേർഡ് മാർക്ക്, കാലില്, ചുണ്ടില്, മുഖത്ത്, കണ്ണിന്റെ മുകൾ വശത്തൊക്കെയായി കാണുന്ന ടാൻ കളറിലുള്ള പാച്ചുകൾ എന്നതാണ് ഇവയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം. കറുപ്പ് നിറമാണ് ശരീരമാസകലം മറ്റു ഭാഗങ്ങളിൽ. അടുത്തതാണ് അടുത്ത ശൗര്യക്കാരൻ. നല്ല ഹൈറ്റും കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് പേടിയാകുന്ന ഒരു ബ്രീഡ് കൂടെയാണ് ഡോബർമാൻ പിൻസ്ചർ എന്നത്. ഡോബർമാന്റെ സ്വദേശം ജർമ്മനിയാണ്. വർക്കിംഗ് ആണ് പർപ്പസ്. പോലിക്സ് ഡോഗ്സ് ആയിട്ട് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നൊരു ബ്രീഡാണ് ഡോബർമാൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത അവയുടെ ശരീരപ്രകൃതി തന്നെയാണ്. നല്ല വലിപ്പവും നല്ല ബുദ്ധിയും വളരെയധികം എനർജറ്റിക്കും നല്ല ഇണക്കം കാണിക്കുന്നതുമായിട്ടുള്ള, അതിനെ വളർത്തുന്നവരോട് വളരെ സ്നേഹവും മറ്റുള്ളവരോട് യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാത്ത ഒരു ബ്രീഡ് കൂടെയാണ് നമ്മുടെ ഡോബർമാൻ എന്നത്. കളർ പല നിറത്തിൽ നമുക്ക് ലഭിക്കും. ഫോൺ, ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ് എന്നിവയെ. ബ്ലൂ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ബ്ലാക്കിലൊരു ബ്ലൂ ഷെയ്ഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകത അവയുടെ സ്ക്വയർ കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ശരീരം തന്നെയാണ്. ഒതുങ്ങിയ ശരീരം. നമുക്ക് കണ്ടാൽ ഒരു ജിമ്മൊക്കെ എടുത്ത് നല്ല സ്റ്റൗട്ടായിട്ടുള്ള ശരീരം, നല്ല ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. പ്രത്യേകത വാലിനധികം നീളമില്ല എന്നത് തന്നെയാണ്. ഷോർട്ട് ടെയിലായിരിക്കും.
ഹെയർ കോട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ കുറ്റിരോമമുള്ളതും തിക്കും നല്ല തിളക്കമുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഹെയർസും ഹെയർ കോട്ടുമാണ് ഇവയ്ക്ക് ഉള്ളത്. ചെസ്റ്റ് റീജിയനിൽ ചിലർക്ക് മാർക്സ് നമുക്ക് കാണാൻ പറ്റും. ചെസ്റ്റ്, പോസ്, മസിൽസ്, കണ്ണിന്റെ മുകളിൽ, വാലിന്റെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. 14 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ് എന്ന് പറയപ്പെടുന്നു. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പോലീസ് ഡോഗ്സ് ആയിട്ടും മിലിറ്ററി ഡോഗ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതും കനൈൻ സ്പോർട്സിന് പറ്റിയതും നല്ലൊരു ഗോഡ് ഡോഗ് ആയിട്ടും കമ്പാനിയൻ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഡോബർമാൻ എന്നത്. എളുപ്പം മനസ്സിലാക്കാൻ നമുക്കുള്ള മാർഗം എന്ന് പറയുന്നത് വാല് കുറ്റിവാലായിരിക്കും, സ്റ്റൗട്ട് ആയിട്ടുള്ള ശരീരമാണ്, നല്ല ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഡോബർമാൻ എന്നത്. ഡോബർമാന്റെ ശരീരം നല്ല ലീനും സ്റ്റൗട്ടുമായിട്ടുള്ള ശരീരമാണ്. കുറ്റിവാലുകളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. കണ്ട് മനസ്സിലാക്കുക. അടുത്തതായി ടോയ് ബ്രീഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബ്രീഡാണ് ജാപ്പനീസ് സ്പിറ്റ്സ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അരുമയായി വളർത്തിയിരുന്ന, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡ് കൂടെയാണ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. നല്ല ഇണക്കമുള്ളതും സ്വദേശം ജപ്പാൻകാരനാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാപ്പനീസ് സ്പിറ്റ്സ് എന്നാണ് പറയുന്നത്. ടോയ് ആൻഡ് നോൺ സ്പോർട്ടിംഗ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ബ്രീഡാണ് ജാപ്പനീസ് സ്പിറ്റ്സ്. ഇതിന് നമ്മൾ പണ്ടുകാലം മുതൽക്കേ വളർത്തിയിരുന്ന ഒരു ബ്രീഡാണ്. പ്രത്യേകത അവരുടെ ചെറിയ സൈസ് തന്നെയാണ്. എളുപ്പമാണ് വളർത്താൻ, ഒതുക്കമാണ്, വീടുകളിന്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. വളരെയധികം സ്നേഹം തരുന്നതും കളിക്കാൻ ഇഷ്ടപ്പെടുന്നതും സ്വന്തമായിട്ട് മറ്റുള്ളവരെ കളിപ്പിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നതും കുട്ടികളുമായിട്ട് കൂടുതൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ബ്രീഡ് കൂടെയാണ് നമ്മുടെ ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. സ്പാർക്ലിംഗ് വൈറ്റ് ഹെയർ കോട്ടാണ് ഇവയുടെ പ്രത്യേകത. നല്ല വെള്ള, തിളങ്ങുന്ന വെള്ളയുള്ള നിറത്തോട് കൂടിയ ഹെയർ കോട്ടുള്ളവരാണ് ഇവര്. മറ്റൊരു പ്രത്യേകത അവയുടെ നല്ല പോയിന്റഡ് ആയിട്ടുള്ള മസിൽ, മൂക്കിന്റെ ഭാഗത്തുള്ള മസിൽ, നിവർന്ന് മുകളിലോട്ട് നിവർന്ന് നിൽക്കുന്ന ചെവികൾ, കൂടാതെ നല്ല വളഞ്ഞ് പൊങ്ങി നിൽക്കുന്ന വാലുകൾ, ശരീരത്താകമാനം കാണുന്ന വെളുത്ത രോമം. ഏകദേശം 14 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ് എന്നത്. ഇതിന്റെ കൊര തന്നെ ഒരു പ്രത്യേക രീതിയാണ് അല്ലെ. ഒരു ചെറിയ കുട്ടികൾ കുരയ്ക്കുന്ന പോലെയോ ഒക്കെ നമുക്ക് തോന്നാൻ പറ്റിയ, ഗാംഭീര്യമില്ല എങ്കിലും ധാരാളം കുരയ്ക്കുന്ന, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ശല്യപ്പെടുത്തുന്ന രീതിയിൽ വരെ കുരയ്ക്കുന്ന ഒരു ഇനമാണ് നമ്മുടെ ജാപ്പനീസ് സ്പിറ്റ്സ് എന്നത്. പോമറേനിയൻ എന്നൊക്കെ നമുക്ക് ഇവയെ അരുമയായി നമ്മൾ വിളിച്ചിരുന്നു. യൂക്ലിഡ് നോക്കൂ, കമ്പാനിയൻ ഡോഗ് ആണ്. നമുക്ക് കൂടെ കൊണ്ടുപോകാം, എവിടേക്ക് വേണമെങ്കിലും, നമ്മുടെ കാറിലും അല്ലെങ്കിൽ വണ്ടിയിലോ എവിടെ വേണമെങ്കിലും കയറി ഇരുന്നോളും. തന്റെ മാസ്റ്ററിനോട് വളരെയധികം സ്നേഹം പ്രകടനം കാണിക്കുന്ന നല്ലൊരു കമ്പാനിയൻ ആയിട്ടുള്ള, വയസ്സായ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കമ്പനി കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഡോഗാണ് നമ്മുടെ ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുന്ന ഡോഗ്. സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ ധാരാളം നേരം കുറയ്ക്കുകയും നല്ലൊരു വാച്ചിങ് ഡോഗ് ആയിട്ടും എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ആയിട്ടൊരു ബ്രീഡാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രൂമിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇവയ്ക്ക്. കാരണം നിറയെ രോമമുള്ളതിനാൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒന്ന് ഗ്രൂം ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രത്യേകത, എളുപ്പത്തിലൊന്നും ഇവയുടെ ഹെയർ കോട്ടിൽ ചെളികൾ പറ്റിപ്പിടിക്കുന്നില്ല. കൂടാതെ നമ്മൾ വീട്ടിന്റെ അകത്ത് വളർത്താൻ പറ്റും എന്നതിന് മറ്റൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇവയ്ക്ക് സാധാരണ ഈ പട്ടികൾക്കുണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ, ആ ഡോഗി ഓർഡർ, അതൊന്നും ഇവയുടെ ശരീരത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ വേണമെങ്കിൽ കിടത്തി ഉറക്കാൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ ജാപ്പനീസ് സ്പിറ്റ്സ് എന്നത്. ജാപ്പനീസ് സ്പിറ്റ്സ് അഥവാ പോമറേനിയൻ ബ്രീഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നല്ല വെളുത്ത രോമാവൃതമായിട്ടുള്ള ശരീരം, കട്ടിയുള്ള വാലുകൾ, മുഖം നീണ്ട കൂർത്ത മുഖം എന്നിവയാണ് ഇവയുടെ പ്രത്യേകതകൾ. വളരെയധികം ഇണക്കം കാണിക്കുന്നതും എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ടോയ് ബ്രീഡാണ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്നത്. പക്ക് സ്വദേശം ചൈനയാണ്. ടൈപ്പ് ടോയ് അല്ലെങ്കിൽ നോൺ സ്പോർട്ടിംഗ് ബ്രീഡാണ്. ഹച്ചിന്റെ പട്ടി എന്നാണ് നമ്മൾ സാധാരണയായിട്ട്
പറയപ്പെടുന്നത്. ഹജ്ജിന്റെ പരസ്യത്തിലാണ് നമ്മൾ ഇവയെ കണ്ടു തുടങ്ങിയത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ കുഴിമടി തന്നെയാണ്. വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നവരും വളരെ ലേസി ആയിട്ടുള്ളതും കളിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഓണറിന്റെ പാമ്പറിങ് ഇഷ്ടപ്പെടുന്നവരും തിരിച്ചങ്ങോട്ട് പാമ്പർ ചെയ്യുന്നവരും കൂടെയാണ് പഗ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന്റെ വലിപ്പക്കുറവ്, കൂടാതെ വളരെ സ്റ്റൗട്ട് ആയിട്ടുള്ള മസിൽ ധാരാളമുള്ള ശരീരമാണ് ഇവയുടെ പ്രത്യേകത. കൂടാതെ അവരുടെ മുഖത്തിന്റെ പ്രത്യേകതയാണ് മുഖത്തെ ചുളിവുകൾ വീണ മുഖമാണ്. നെറ്റിയിൽ കാണുന്ന തമ്പ് മാർക്ക് ഇവയുടെ വലിയ പ്രത്യേകതയാണ്. ഹെയർ കോട്ട് എന്ന് പറയുന്നത് വളരെ നേർത്തതും നല്ല മിനുസമുള്ളതും ഗ്ലോസിയുമായിട്ടുള്ള ഹെയർ കോട്ടാണ് ഇവയ്ക്കുള്ളത്. ഏകദേശം 15 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നു. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജസ്റ്റ് ഒരു കമ്പാനിയൻ ഡോഗ് ആയിട്ട് നമുക്ക് കൂട്ടാം. ഒരിക്കലും ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിനോ കൂടാതെ ഗാർഡ് ഓപ്പറേഷൻസിനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു ഇനമാണ്. നമ്മൾ പറഞ്ഞു ടോയ് ബ്രീഡ് ആണെന്ന് മാത്രം. വളരെയധികം ശാന്തശീലരായിട്ടുള്ള ഇവർ വളരെ റെയർ ആയിട്ട് മാത്രം ചിലപ്പോൾ അഗ്രസീവ് ആകാറുണ്ട്. കുട്ടികളുള്ള ഫാമിലീസിൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് പഗ് എന്ന് പറയുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒബേസിറ്റിയാണ്. പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ശരീരമായതിനാൽ കൃത്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഭക്ഷണം വളരെ താല്പര്യത്തോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കൂടെയാണ് ഇവർ. അതിനാൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫീഡിംഗ് എപ്പോഴും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് എക്സസൈസ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഇനമാണ് പഗ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഹച്ചിന്റെ സ്വന്തം പഗ്. മുഖത്ത് കാണുന്ന തമ്പ് മാർക്ക് വളരെയധികം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായി ആൾക്കാർ വളർത്തുന്ന ബ്രീഡാണ് ബീഗിൾ. ബീഗിൾ എന്ന് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഇവ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്, ഇവയുടെ ആൻസസ്റ്റേഴ്സിനെ ഉപയോഗിച്ചിരുന്നത് ഹെയേഴ്സിനെ ഹണ്ട് ചെയ്യാനാണ്. എന്താണ് ഹെയേഴ്സ് അഥവാ ബീഗ്ലിംഗ് എന്ന് പറയും. ഹെയേഴ്സ് എന്ന് വെച്ചാൽ കാട്ട് മുയലുകളിലെയാണ് നമ്മൾ ഹെയേഴ്സ് എന്ന് പറയുന്നത്. ഇവയെ വേട്ടയാടി പിടിക്കാനും മണത്ത് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ബീഗിൾസിനെ ഉപയോഗിച്ചിരുന്നു. ഇവയുടെ പ്രത്യേകതയാണ് പെട്ടെന്ന് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ്. കൂടാതെ സ്മെൽ നമ്മൾ പറഞ്ഞു മണം പിടിക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ്. ഡിറ്റക്ഷൻ ഡോഗ്സിനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ബീഗിൾസിനെ ഉപയോഗിച്ചു വരുന്നത്. കാരണം പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഇമ്പോർട്ട്സ്, ഫുഡ് സ്റ്റഫ് തുടങ്ങിയിട്ടുള്ളവ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവയെ ഉപയോഗിക്കാം, എയർപോർട്ടുകളിലും മറ്റുമൊക്കെ. കൂടാതെ ഇവയുടെ വലിപ്പക്കുറവും നല്ല ഇണക്കം കാണിക്കുന്നവയും തൂങ്ങിക്കിടക്കുന്ന ചെവിയും, ട്രൈ കളർ 3 നിറമാണ് ഇവയുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഫോൺ, ബ്ലാക്ക്, വൈറ്റ്, ഇത്രയും കൂടി കലർന്ന പ്രത്യേക രീതിയിലുള്ള പാറ്റേൺ ഉള്ള അത്യാവശ്യം നീളമുള്ള വാലുകളും അധികം ഉയരം വെക്കാത്തതുമായിട്ടുള്ളൊരു ബ്രീഡ് കൂടെയാണ് ബീഗിൾ എന്നിവ. വളരെയധികം ഇണക്കം കാണിക്കുന്ന ഒരു അനിമലാണ് ബീഗിൾ എന്ന് പറയുന്നത്. ഏകദേശം 12 മുതൽ 15 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഗിൾ എന്ന ഇനം പട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ചെറിയൊരു പട്ടിയാണ് ബീഗിൾ എന്നത്. എല്ലാവരും കാണുക. ട്രൈ കളറാണ് ഇവയുടെ പ്രത്യേകത.
അടുത്ത ഇനമാണ് ഡാഷ് ഹണ്ട് എന്ന് വിളിക്കുന്ന നീള ശരീരമുള്ള ഉയരമില്ലാത്ത കുള്ളൻ ഡോഗ്. ഇതിന് മറ്റു പേരുകൾ വിളിക്കുന്നു വീനർ ഡോഗ്, ബാഡ്ഗർ ഡോഗ്, സോസേജ് ഡോഗ് എന്നൊക്കെ. പ്രത്യേകതയാണ് ഇവരുടെ കാലുകൾക്ക് വളരെ നീളക്കുറവാണ്, പക്ഷെ ശരീരത്തിന് നല്ല നീളവുമാണ്. നമ്മളപ്പോൾ ഇവരെ ഡാഷ് എന്നൊക്കെ അരുമയോടുകൂടി വിളിക്കാറുണ്ട്. പ്രത്യേകത ഇവയുടെ ശരീരത്തിൽ കാണുന്ന നല്ല പതുപതുത്ത മിനുമിനുത്ത രോമങ്ങളാണ്. പല നിറങ്ങളിൽ നമുക്ക് ഇവയെ ലഭ്യമാകുമെങ്കിലും ചെറു നിറവും കറുപ്പ് കലർന്ന ഫോൺ നിറവുമാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. നീണ്ടു നിവർന്ന ശരീരത്തിൽ നല്ല നീളമുള്ള മൂക്കും തൂങ്ങിക്കിടക്കുന്ന ചെവിയും ഇവയുടെ പ്രത്യേകതയാണ്. വളരെയധികം സ്നേഹത്തോടെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഡാഷ് ഹണ്ട് എന്ന് പറയുന്നത്. വളരെ ഫ്രണ്ട്ലി ആണ്, ക്യൂരിയസ് ആണ്, സ്പങ്കി ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് വെറും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാഷ് ഹണ്ട് ആണെങ്കിൽ 8 മുതൽ 9 ഇഞ്ചും മിനിയേച്ചർ ഡാഷ് ഹണ്ട് ആണെങ്കിൽ 5 മുതൽ 6 ഇഞ്ചും ആണ് ഇവയുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 2 തരത്തിലാണ് നമുക്ക് ഇവയെ ലഭിക്കുക, സ്റ്റാൻഡേർഡ് വേർഷനായിട്ടും മിനിയേച്ചർ വേർഷനായിട്ടും. കൂടാതെ 3 തരം ഹെയർ കോട്ടിൽ നമുക്ക് ഇവയെ ലഭ്യമാണ്. ഏകദേശം 12 മുതൽ 16 വയസ്സാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നു. ഹൗണ്ട് ടൈപ്പ് ആണ്, അതായത് വർക്കിംഗ് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഹണ്ടിങ് ടൈപ്പ് ആണ് ഇവയെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. 3 കോട്ട് വെറൈറ്റിയിൽ നമുക്ക് ഇവയെ ലഭ്യമാണെന്ന് പറഞ്ഞല്ലോ. സ്മൂത്ത്, ലോങ് ആൻഡ് വയർ ഹെയർഡ്, ഈ 3 രീതിയിലാണ് നമുക്ക് ഇവയെ കാണാൻ പറ്റുക. നല്ല നീളമുള്ള ശരീരത്തോടു കൂടിയുള്ള മിനുമിനുത്ത സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ളതും ചുരുണ്ട മുടികൾ പോലെ ഉള്ള രോമമുള്ളതോട് കൂടിയിട്ടുള്ള ശരീരമുള്ള ബ്രീഡും, കൂടാതെ നല്ല വലിപ്പമുള്ള ചിത്രത്തിൽ കാണുന്ന പോലുള്ള ബ്രീഡുകളും നമുക്ക് ലഭ്യമാണ്. ഒരു ഡാഷ് ഹണ്ടിനെ സാധാരണയായിട്ട് നമ്മൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത്, നമ്മുടെ നാട്ടിലല്ല വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നത്, ബറോ ഡെല്ലിംഗ് ആനിമൽസ് ആയിട്ടുള്ള, നമ്മൾ പറയാറുണ്ടല്ലോ മൈസ്, റാബിറ്റ്, പ്രയറി ഡോഗ് തുടങ്ങിയിട്ടുള്ള അനിമൽസിനെ തുരത്താനൊക്കെ ഇവയെ ഉപയോഗിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇവയെ ഉപയോഗിച്ച് വരുന്നത് ജസ്റ്റ് ഒരു പെറ്റായിട്ട് തന്നെയാണ്. ഇവരുടെയും മറ്റൊരു പ്രത്യേകതയാണ് ഒബേസിറ്റി. ഇവർക്കൊരു പ്രശ്നമായിട്ട് പലപ്പോഴും കാണാറുണ്ട്, പെട്ടെന്ന് വണ്ണം വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവയ്ക്ക്. ഡാഷ് ഹണ്ട് എന്ന ഇനത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. വളരെ നീളം കൂടിയ ശരീരവും എന്നാൽ തീരെ ഉയരക്കുറവുമാണ് ഇവയുടെ പ്രത്യേകത. 3 തരത്തിലുള്ള ഡാഷ് ഹണ്ടുകൾ ലഭ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. രോമമുള്ളതും രോമമില്ലാത്തതും. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് ഡാഷ് ഹണ്ടിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഓട്ട മത്സരത്തിൽ നിന്നുള്ള വീഡിയോ ആണ്. അടുത്തതായി ഗോൾഡൻ റിട്രീവർ. ഗോൾഡൻ റിട്രീവർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക എന്താണ്? നിറയെ ഗോൾഡൻ നിറത്തിലുള്ള രോമാവൃതമായിട്ടുള്ള ശരീരത്തിൽ ഓടി വരുന്ന ഒരു ഡോഗിനെയാണ്. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അനിമൽ കൂടെയാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. വളരെയധികം ഇണക്കം കാണിക്കുന്നതും വളരെയധികം സ്നേഹം കാണിക്കുന്നതുമായിട്ടുള്ളൊരു ഡോഗാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. ലാബ്രാഡോർ റിട്രീവറുമായിട്ട് വളരെയധികം സാമ്യത പുലർത്തുന്ന ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ എന്നത്. ലാബ്രാഡോറിന്റെ പ്രത്യേകത അവരുടെ കുറ്റി രോമങ്ങളാണെങ്കിൽ ഇവയുടെ പ്രത്യേകത തിളങ്ങുന്ന, സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന, നല്ല വലിപ്പമുള്ള, നീളം കൂടിയ, തൂങ്ങിക്കിടക്കുന്ന രോമങ്ങളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്തു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. വാച്ച് ഡോഗ് ആയിട്ടും ജസ്റ്റ് ഒരു ഹണ്ടിങ് ഡോഗായിട്ടും ഒക്കെ നമുക്ക് ഇവയെ ഉപയോഗിക്കാം. ലോകത്ത് ഇഷ്ടക്കാരിൽ 3ാമനാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്ത് ലാബ്രാഡോർ റിട്രീവർ, 2ാം സ്ഥാനത്ത് ജർമ്മൻ ഷെപ്പേർഡ്, 3ാം സ്ഥാനക്കാരിയാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. 12 വയസ്സ് വരെയാണ് ഇവയുടെ
ആയുസ് എന്ന് പറയപ്പെടുമ്പോൾ സ്പോർട്ടിങ്ങിനായിട്ടാണ് പ്രധാനമായിട്ടും ഇവയെ ഉപയോഗിച്ച് വരുന്നത്. ഒരു പെർഫെക്റ്റ് ഫാമിലി ഡോഗായിട്ടും മനുഷ്യർക്ക് നല്ലൊരു കമ്പാനിയനായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് പെറ്റായിട്ടും അറിയപ്പെടുന്നു ഓണേഴ്സിന് ഗോൾഡൻ റിട്രീവർ. ഗോൾഡൻ റിട്രീവറിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? സുവർണ നിറത്തിലുള്ള നല്ല നീളമുള്ള രോമാവൃതമായിട്ടുള്ള ശരീരമുള്ള ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ എന്നത്. നല്ലൊരു സ്പോർട്ടിംഗ് ഡോഗായിട്ടും കമ്പനി ഡോഗായിട്ടും ഫാമിലി ഡോഗായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. നല്ല ഇണക്കം കാണിക്കുന്ന ഒരു ഇനവും കൂടെയാണ് ഗോൾഡൻ റിട്രീവർ എന്നത്. കാണുക. അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ പരിചയമായിക്കൊണ്ടുവരുന്നൊരു ഡോഗാണ് ബുൾ ഡോഗ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ പഗ്ഗുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു ഇനമാണ് ബുൾഡോഗ്സ് എന്ന് പറയുന്നത്. പക്ഷെ പഗ്ഗിനെക്കാട്ടിലും നല്ല വലിപ്പമുള്ളതും നല്ല മസിൽ ഉള്ള ശരീരമുള്ളതുമായിട്ടുള്ള ഡോഗാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത ആ തൂങ്ങിക്കിടക്കുന്ന മൂക്കും കവിളുകളും താടിയെല്ലും ഒക്കെയാണ്. കാണുമ്പോൾ തന്നെ വളരെയധികം ഹെൽത്തി ആയി തോന്നുന്ന റിങ്കിൾഡ് ഫേസോട് കൂടിയിട്ടുള്ളതും തള്ളി നിൽക്കുന്ന മൂക്കും കവിളുകളുമുള്ള തൂങ്ങിക്കിടക്കുന്ന കവിളുകളുമുള്ള ഒരു ബ്രീഡാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. നല്ല വലിപ്പമുള്ള ശരീരവും മാൻഡിബുലാർ പ്രോഗ്നോട്ടിസം, അതായത് മാൻഡിബിൾ താടിയെല്ല് കീഴ്ത്താടിയെല്ല് ഉന്തി നിൽക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്. നല്ലൊരു ഫാമിലി പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. വളരെ സ്റ്റബോൺ നേച്ചർ ഉള്ളവരാണ് എങ്കിൽ കൂടെ വളരെയധികം ഫ്രണ്ട്ലിയും പേഷ്യന്റുമാണ് ബുൾഡോഗുകൾ. കുട്ടികളുമായിട്ട് വളരെയധികം ഇണക്കം കാണിക്കുന്ന ഒരു ബ്രീഡ് കൂടെയാണ് ബുൾഡോഗുകൾ. നിങ്ങൾ പല വീഡിയോസും യൂട്യൂബിൽ കാണാറുണ്ട് കുട്ടികളുമായിട്ട് ഇവ കളിക്കുന്നത്. ആയതിനാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും കുട്ടികളോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നതുമായിട്ടുള്ള ഒരു ബ്രീഡ് കൂടെയാണ് ബുൾഡോഗുകൾ. ബുൾഡോഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നല്ല മസിൽ ഉള്ള ശരീരവും മുഖത്തിന് പ്രത്യേക ആകൃതിയുമുള്ള ഒരു ബ്രീഡാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. കീഴ്ത്താടിയെല്ല് കുറച്ച് നീണ്ടതും കവിളുകൾ തൂങ്ങിക്കിടക്കുന്ന തരത്തിലുമുള്ള ഒരു ബ്രീഡാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡ് കൂടെയാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ലെങ്കിലും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇനമാണ് ബുൾഡോഗ് എന്നത്. ഇത്രയുമാണ് ബ്രീഡ്സ് ഓഫ് ഡോഗ്. എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.